അപ്പോൾ ഞങ്ങൾ പോകുന്നത് സിത്ര പാർക്കിലേക്കാണ് കേട്ടോ. വീട്ടിൽ നിന്ന് ഞങ്ങൾ ഇറങ്ങി അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുക. അവിടെ എത്താനായിട്ടുണ്ട്. ഞങ്ങൾ റൂമിൻ്റെ അവിടെ നിന്ന് കുറച്ച് അങ്ങോട്ട് പോകാനുള്ളൂ, കുറച്ച് അടുത്തൊക്കെ തന്നെയാണ്. അങ്ങനെ ഞങ്ങൾ അങ്ങോട്ടേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ അച്ചൂട്ടിൻ്റെ ഇങ്ങനെ ഓരോ എക്സ്പ്രഷനൊക്കെ കാണിക്കുന്ന കണ്ടില്ലേ. അങ്ങനെ ഞങ്ങൾ അവിടെ എത്തി കേട്ടോ. അവിടെ എത്തിയ ശേഷം ഞങ്ങൾ സൺസെറ്റൊക്കെ കണ്ടു കേട്ടോ. അപ്പോൾ നല്ല രസമുണ്ട് സൺസെറ്റൊക്കെ, നല്ല രീതിയിൽ നമുക്ക് ആ ഒരു എത്തിയ ടൈമിൽ നല്ല ഇതായിട്ട് കാണാൻ പറ്റി. അങ്ങനെ ഞങ്ങൾ അവിടെ എത്തി അങ്ങോട്ട് നടക്കുകയാണ് കേട്ടോ. അജു പറഞ്ഞ് വണ്ടി എടുത്തിട്ടില്ല, അയ്യോ മറന്നുപോയി എന്ന് പറഞ്ഞു. അങ്ങനെ കാറിലേക്ക് വീണ്ടും വണ്ടി എടുക്കാൻ വേണ്ടി പോയി. അങ്ങനെ വണ്ടി എടുത്ത് ഞങ്ങൾ അങ്ങോട്ട് വീണ്ടും നടക്കുകയാണ് കേട്ടോ. അപ്പോൾ കാർ പാർക്ക് ചെയ്തതിൻ്റെ അടുത്ത് അവിടെ ഒരു കുഞ്ഞ് കാർ ഇങ്ങനെ കണ്ടിട്ടോ. അപ്പോൾ അങ്ങനെ കണ്ടപ്പോൾ അതിൻ്റെ ഓരോന്നിങ്ങനെ പറഞ്ഞ് അങ്ങനെ പോയിട്ടോ. അങ്ങനെ ഞങ്ങളിവിടെ എത്തിയപ്പം എന്താണ്, നമ്മളിവിടെ എത്തിയപ്പോൾ ഒരു ബീച്ചിൽ വന്നൊരു ഫീൽ പോലെ തോന്നി. മീൻസ് കടലൊക്കെ ഇങ്ങനെ കണ്ടപ്പോഴേ ആ ഒരു ഫീൽ തോന്നി. ഈ കടലിൽ ചില സ്ഥലങ്ങളിലൊക്കെ ഇങ്ങനെ കുമ്പളകൾ വന്നിട്ട് ഇങ്ങനെ ഈ പൊളഞ്ഞിങ്ങനെ എന്താ പറയുക, ചില വാട്ടിൽ എന്താ പറയുന്നറിയില്ല, ഇങ്ങനെ കുമ്പളകളൊക്കെ വന്ന് മീൻ ഉണ്ടെന്ന് നമുക്ക് അറിയാൻ പറ്റുമല്ലോ. അതേപോലെ അവിടെയൊക്കെ ഇങ്ങനെ ഓരോ സ്ഥലങ്ങളിൽ ഇങ്ങനെ കുമ്പളൊക്കെ ഇങ്ങനെ വന്ന് ഇങ്ങനെ ഇതായി നിൽക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ അവിടെ ഐസ്ക്രീം വണ്ടി കണ്ടു. അങ്ങനെ ഐസ്ക്രീമൊക്കെ അങ്ങനെ അച്ചുട്ടൻ വാങ്ങി. ഐസ്ക്രീമിൻ്റെ ലവറാണ് അച്ചുട്ടൻ എന്ന് പറയുകയാണെങ്കിൽ. ഐസ്ക്രീം വേണമെന്ന് പറഞ്ഞാൽ അങ്ങനെ ഐസ്ക്രീം മേടിച്ചു കേട്ടോ. നല്ല തണുപ്പാണ് ഇവിടെ, നല്ല തണുപ്പ് പറഞ്ഞാൽ നല്ല തണുപ്പുണ്ട്. അങ്ങനെ ഞാൻ അച്ഛനോട് പറഞ്ഞു ഐസ്ക്രീം വാങ്ങേണ്ട അച്ഛൻ, ഓനാന്ന് പറഞ്ഞാൽ ഐസ്ക്രീം വലിയ ഇഷ്ടമാണ്. അപ്പോൾ ഐസ്ക്രീം കണ്ടു കഴിഞ്ഞാൽ അവന് ഐസ്ക്രീം കിട്ടണം. അങ്ങനെ ഞങ്ങൾ ഐസ്ക്രീമൊക്കെ കഴിച്ച് അവിടെ ഇരുന്ന് കഴിച്ച് അങ്ങനെ ഞങ്ങൾ അങ്ങോട്ടും ഒക്കെ ഓരോ സ്ഥലങ്ങളൊക്കെ ഇങ്ങനെ കണ്ടു കേട്ടോ. കുട്ടികൾ ഓരോ സ്ഥലത്ത് ഊഞ്ഞാലാടുന്നുണ്ട്, അങ്ങനെ കയറി പോകുന്നുണ്ട്, കീഞ്ഞിറങ്ങി കളിക്കുന്നുണ്ട്. ഐസ്ക്രീം ഞങ്ങൾ മേടിച്ചത് എല്ലാ ഫ്ലേവറുള്ള ഐസ്ക്രീമായിരുന്നു. പക്ഷേ അത് ടേസ്റ്റ് തോന്നിയില്ല. എല്ലാ ഞങ്ങൾ മേടിക്കുന്ന അധികം നല്ല ടേസ്റ്റ് ഉണ്ടാവും. പക്ഷേ ഇത് ഇന്ന് മേടിച്ചത് ഒട്ടും ടേസ്റ്റ് തോന്നിയില്ല. എല്ലാ ഫ്ലേവറുള്ള ഐസ്ക്രീം വെച്ചാൽ മാംഗോ, ചോക്ലേറ്റ് അങ്ങനെ എല്ലാതും ഉള്ളതായിരുന്നു. അങ്ങനെ അജിട്ടും കുറച്ച് കഴിച്ചിട്ട് എന്ത് ചെയ്തു, നേരെ അച്ഛൻ്റെ അടുത്ത് കൊടുത്തു, എനിക്ക് വേണ്ടാന്ന് പറഞ്ഞിട്ട്. അങ്ങനെ ഏട്ടനാണെങ്കിൽ ഏട്ടനും വല്ല ഐസ്ക്രീം ഒന്നും കഴിക്കാത്തതാണ്. അങ്ങനെ അത് ഒഴിവാക്കി കേട്ടോ ഐസ്ക്രീം. ഞാൻ പിന്നെ എങ്ങനെയെങ്കിലും പൈസ കൊടുത്ത് വാങ്ങിയതല്ലേ, എന്തായാലും കഴിച്ച് അത് ഫുള്ളും തിന്ന്. അങ്ങനെ പിന്നെ അജിട്ടൻ സൈക്കിളൊക്കെ ഓടിക്കാൻ തുടങ്ങി കേട്ടോ. പിന്നെ ഓരോ കുട്ടികളത് കണ്ടോ, ഞാൻ അങ്ങനെ വീഡിയോ എടുക്കുന്ന കണ്ടപ്പോൾ ഓരോ കുട്ടികളൊക്കെ ഇങ്ങനെ നോക്കുന്നുണ്ട്, മേളിലേക്കൊക്കെ കയറി നിൽക്കുന്നു. അജുവിന് ഈ പാർക്ക് ഒരുപാട് ഇഷ്ടമായി കേട്ടോ. അങ്ങനെ ഇവിടെ ഇങ്ങനെ അധികം ഈ വണ്ടി ഓടിച്ച് നല്ല രീതിയിൽ അവന് ഓടിക്കാനും പറ്റുന്നുണ്ട്, കറങ്ങാൻ രീതിയിൽ പറ്റുന്നുണ്ട്. അറബി കുട്ടികളും മലയാളികളും ഹിന്ദിക്കാരും തമിഴന്മാരും എല്ലാവരും ഉണ്ട്. അങ്ങനെ ഞങ്ങൾ എന്ത് ചെയ്തു, കടലിൻ്റെ അങ്ങോട്ടേക്ക് ഇങ്ങനെ നടന്നിട്ട്. അപ്പോൾ അവിടെ കുറേ പേര് ചൂണ്ടിടുന്നുണ്ട് മീൻ പിടിക്കാൻ വേണ്ടിയിട്ടൊക്കെ. ഇങ്ങനെ ആ ഒരു സൈഡിൽ എൻഡിലുണ്ട് കുറേ ആൾക്കാർ ചൂണ്ടിടുന്നുണ്ട്, അത് അവിടെ നിന്ന് കാണുന്നില്ലേ. അങ്ങനെ ചൂണ്ടിട്ട് കുറേ മീനൊക്കെ എടുക്കുന്നുണ്ട്. അങ്ങനെ അങ്ങോട്ടേക്ക് പോകാൻ അവിടെ ക്ലോസ് ചെയ്തിരിക്കുകയാണ്. അപ്പം ചില ആൾക്കാർക്ക് അങ്ങോട്ട് പോകാൻ പറ്റുള്ളൂ. അവിടെ തുറന്നിട്ടുണ്ട്, ഈ കുട്ടികളൊക്കെ അങ്ങോട്ടേക്ക് പോകുമല്ലോ. അപ്പോൾ അവിടെ ക്ലോസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ പോകുന്ന ആൾക്കാർക്ക്, ചൂണ്ടിടുന്ന ആൾക്കാർക്ക് അവിടെ വേണമെങ്കിൽ മീൻ പിടിക്കാം. അങ്ങനെ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സൗകര്യം അവിടെ ഇറക്കിയിട്ടുണ്ട്. അങ്ങനെ അത് അവിടെ ചെന്ന് സൺസെറ്റ് കാണുന്നുണ്ട്. അപ്പോൾ ഞാൻ അങ്ങനെ വീഡിയോ എടുത്തിട്ടാണ്. പിന്നെ കുറേ കുട്ടികൾ അതവിടെ ബോൾ കളിക്കുന്നു, കുറേ കുട്ടികൾ സൈക്കിളായിട്ട് ഓടി കളിക്കുന്നു. ഇതൊക്കെ അറബി പിള്ളേരാണ്. ഇവിടെ ഈ അറബിക്കാരൊക്കെ അധികം ഫാമിലിക്കാരായിട്ട് വന്നിട്ട് ഫുഡൊക്കെ കൊണ്ടുവന്നിട്ട് ഇവിടെ നിന്ന് കഴിക്കുക. നമ്മുടെ മലയാളികളും ഇതേപോലെ തന്നെ ഉണ്ട് കേട്ടോ. കുറേ പേര് ഫുഡ് കൊണ്ടുവന്നിട്ട് ഇവിടെ വന്ന് കഴിക്കുക. ചിലർ ഉച്ചയ്ക്ക് വരുന്നവരൊക്കെ ഉണ്ട്, വന്ന് ചിലപ്പം കഴിച്ച് ഫുഡൊക്കെ കഴിച്ചിട്ട് പോണവരുണ്ട്. അങ്ങനെ ഞാനാണ് അച്ഛനോട് പറഞ്ഞ്, എണ്ണം പറഞ്ഞു നമുക്ക് പോയാലോ എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ വേണ്ട, കുറച്ചും കൂടി ഓടിക്കട്ടെ, സൈക്കിളും കാര്യമൊക്കെ ഓടിക്കട്ടെ. അങ്ങനെ കുട്ടികളൊക്കെ കണ്ടപ്പോൾ അവനങ്ങനെ കളിക്കാനൊക്കെ അധികം ഒരു ഇൻട്രസ്റ്റ്, ഒരു ഇതുപോലെ. ഫ്ലാറ്റിലാവുമ്പോൾ നമുക്കൊരു വണ്ടി ഓടിക്കാനൊന്നും അത്ര അത് കഴിയില്ലല്ലോ. അപ്പോൾ ഇവിടെ വന്നപ്പോൾ ഒരുപാട് സ്ഥലങ്ങളൊക്കെ ഉണ്ടായിട്ട് കുട്ടികളും കളിക്കുന്നതൊക്കെ കണ്ടപ്പോൾ അവനും വലിയൊരു ഇൻട്രസ്റ്റ് ഒക്കെ തോന്നി, അവന് വണ്ടി ഓടിക്കുക തന്നെയാണ്. കുട്ടികൾ സന്തോഷമായിരിക്കുമ്പോൾ നമുക്ക് സന്തോഷമാവുമല്ലോ. അപ്പോൾ അവർ വണ്ടി ഓടിച്ചോട്ടെ എന്ന് കരുതി ഞങ്ങളും സന്തോഷിച്ചു. അങ്ങനെ കുറച്ചും കൂടി ഓടിച്ചിങ്ങനെ പോകാൻ നോക്കി. അപ്പോൾ തണുപ്പ് കൂടി വരുന്നുണ്ട്, ഇരുട്ടാവാറായി തുടങ്ങിയിട്ടുണ്ട്. മീൻസ് ഇവിടെ പെട്ടെന്ന് തണുപ്പാവും. അപ്പോൾ തണുപ്പ് കൂടി വരുന്നുണ്ട്. അങ്ങനെ ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് പോകാനായിട്ടോ.